ജമാഅത്തെ ഇസ്ലാമി നേതാക്കളുമായി ചർച്ച നടത്തിയത് സ്ഥിരീകരിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ. AKG സെന്ററിൽ വെച്ചാണ് കൂടിക്കാഴ്ച നടത്തിയത്. ജമാഅത്ത് നേതൃത്വം ആവശ്യപ്പെട്ടിട്ടായിരുന്നു ചർച്ച. ജമാഅത്തിന് ഗുഡ് സർട്ടിഫിക്കറ്റ് നൽകിയിട്ടില്ലെന്നും അവരോട് പറയേണ്ടത് പറഞ്ഞിട്ടുണ്ടെന്നും പിണറായി കോഴിക്കോട് പറഞ്ഞു. മുഹമ്മദ് അസ്ലം ഉണ്ട് വിവരങ്ങൾ നൽകാനായി. അസ്ലം, കഴിഞ്ഞ 2 ദിവസമായി തെരഞ്ഞെടുപ്പ് മീറ്റ് ദ പ്രസ് പരിപാടിയിൽ ജമാഅത്തുമായി ഉള്ള കാര്യങ്ങൾ UDF-നെ അടക്കം വിമർശിച്ചുകൊണ്ടാണ് മുഖ്യമന്ത്രി രംഗത്ത് വരുന്നത്. ഇപ്പോൾ CPM-ന്റെ ജമാഅത്തുമായുള്ള ബന്ധത്തെ കൂടെ സ്ഥിരീകരിക്കുകയാണോ മുഖ്യമന്ത്രി? അതായത് ആദ്യ ദിവസത്തിൽ അദ്ദേഹം എറണാകുളത്ത് നടന്ന വാർത്താ സമ്മേളനത്തിൽ ജമാഅത്ത് ബന്ധം, കോൺഗ്രസിന്റെ ജമാഅത്തെ ഇസ്ലാമി ബന്ധം എന്ന രീതിയിൽ ആരോപണം ഉന്നയിച്ചുകൊണ്ടായിരുന്നു തെരഞ്ഞെടുപ്പ് ക്യാമ്പയിൻ അദ്ദേഹം തുടക്കമിട്ടത്. ഇന്നലെ പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഇത് മറുപടി പറഞ്ഞുകൊണ്ട് കുറേ കാര്യങ്ങൾ CPM-യുമായി ജമാഅത്ത് ഇസ്ലാമിയുടെ ബന്ധം സംബന്ധിച്ച കുറേ തെളിവുകളും പുറത്തുവിട്ടിരുന്നു. അതിൽ 1996 ദേശാഭിമാനി മുഖപ്രസംഗം, അതോടൊപ്പം തന്നെ ജമാഅത്ത് ഇസ്ലാമി അമീർ മുഖ്യമന്ത്രിയുമായി കൂടിക്കാഴ്ച തുടങ്ങിയ കാര്യങ്ങളൊക്കെ പുറത്തുവിട്ടിരുന്നു. അതിനെ തുടർന്ന് ഇന്ന് നടത്തിയ വാർത്താ സമ്മേളനത്തിൽ അത് രണ്ടും അംഗീകരിച്ചുകൊണ്ടാണ് അദ്ദേഹം സംസാരിച്ചത്. അതായത് 96 ദേശാഭിമാനി മുഖപ്രസംഗം തന്നെ അദ്ദേഹം വായിച്ചുകൊണ്ട് അദ്ദേഹം ആ കാര്യം സ്ഥിരീകരിച്ചു. അതേസമയം അവരുടെ നിലപാടുകളിൽ നിന്നുകൊണ്ടാണ് ജമാഅത്ത് ഇസ്ലാമിയെ പിന്തുണച്ചു. മാത്രമല്ല കോൺഗ്രസ് അവരെ സംഘടനയെ നിരോധിച്ചതിലുള്ള ഒരു പ്രതിഷേധം കൊണ്ടാണ് 96-ൽ അവർ LDF-ന് CPM-ന് പിന്തുണ നൽകിയത്. അതിൽ അവരുടെ നിലപാടുകൾക്ക് മാറ്റം ഉണ്ടായിട്ടില്ല എന്ന് പറഞ്ഞു. മാത്രമല്ല ജമാഅത്തെ ഇസ്ലാമി നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തിയ കാര്യം അദ്ദേഹം സമ്മതിക്കുന്നുണ്ട്. അതിൽ തന്നെ കേട്ട ശേഷം മടങ്ങാം. ആ കൂടിക്കാഴ്ച വർഗീയവാദിയാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് അവര് ഞങ്ങളെ കാണണം എന്ന് ഇങ്ങോട്ട് ആവശ്യപ്പെടുകയാണ്. ഇന്ന് സംസാരിക്കാനുണ്ട്, ഞങ്ങൾക്ക് സംസാരിക്കാൻ അവസരം തന്നുകൂടെ? അങ്ങനെ ഒരു ആവശ്യം വന്നപ്പോൾ CPIM-ന്റെ സംസ്ഥാന കമ്മിറ്റി ഓഫീസിൽ വെച്ച് എന്നെ അവർ കണ്ടിട്ടുണ്ടെന്നുള്ളത് വസ്തുതയാണ്. ആ കണ്ടതിൽ ഒരു തരത്തിലുള്ള ഗുഡ് സർട്ടിഫിക്കറ്റ് കൊടുക്കാൻ തയ്യാറായിട്ടില്ല. അവരുടെ നിലപാട് വ്യക്തമാക്കാൻ നോക്കി. അസ്ലം തുടരുന്നുണ്ട്. അവരുടെ നിലപാട് വ്യക്തമാക്കാൻ വന്നു, അവരെ കണ്ടു എന്നതിലപ്പുറം മറ്റൊന്നുമില്ല എന്നുള്ള കാര്യമാണോ മുഖ്യമന്ത്രി ആവർത്തിച്ച് വിശദീകരിക്കാൻ ശ്രമിക്കുന്നത്? അസ്ലം, അതായത് പ്രതിപക്ഷ നേതാവ് പറഞ്ഞ കാര്യം, അതായത് മുഖ്യമന്ത്രിയുമായി അവർ കൂടിക്കാഴ്ച നടത്തിയിട്ടുണ്ട്. അതോടൊപ്പം PK കുഞ്ഞാലിക്കുട്ടി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പറഞ്ഞാണ് പിണറായി വിജയൻ തന്നെ ജമാഅത്തെ ഇസ്ലാമി നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തിയെന്ന് ആരോപിച്ചതിന് പിന്നാലെ അത് സ്ഥിരീകരിക്കുന്നുണ്ട്. അദ്ദേഹം ജമാഅത്തെ ഇസ്ലാമി നേതാക്കളുമായും അവരോടൊപ്പം വന്ന സോൾഡാറ്റ് നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തിയിട്ടുണ്ട്. അതേസമയം അവരുടെ നിലപാടുകൾ അവർ വർഗീയവാദികളാണ് എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ കൂടിക്കാഴ്ച നടത്തിയത്. ഞങ്ങളോ അവരോ അവരുടെ നിലപാടുകളിൽ മാറ്റം വരുത്തിയിട്ടില്ല. മാത്രമല്ല സോൾഡാറ്റുകാർക്കെതിരായ വിമർശനം കൂടി അദ്ദേഹം ഉന്നയിച്ചു എന്നുകൂടി പറയുന്നുണ്ട്. അവർ CM മൊത്തത്തിൽ പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യം, ഒരു കാലഘട്ടത്തിലും ജമാഅത്തെ ഇസ്ലാമിയുമായി CPM ആ അർത്ഥത്തിൽ സഹകരിച്ചിട്ടില്ല. ചില സമയത്ത് അവർ വോട്ട് നൽകിയിട്ടുണ്ട് എന്നല്ലാതെ ഏതെങ്കിലും അർത്ഥത്തിൽ സഹകരണത്തിലേക്ക് പോയിട്ടില്ല. പകരം ഇപ്പോൾ കോൺഗ്രസ് ആണ് ശരിക്കും ജമാഅത്തെ ഇസ്ലാമിയുമായി സഹകരിക്കുന്നത്. അതിനപ്പുറത്തേക്ക് ലീഗ് അതിന്റെ നേതൃത്വം തന്നെ ജമാഅത്തെ ഇസ്ലാമിയിലേക്ക് വരുന്നു എന്ന രീതിയിലേക്കാണ് മുഖ്യമന്ത്രി വിമർശിച്ചത്. എന്തായാലും ജമാഅത്തെ ഇസ്ലാമി ബന്ധം സംബന്ധിച്ചുള്ള സംവാദം തന്നെയാണ് ഈ 3-ാം ദിവസത്തെ അദ്ദേഹത്തിന്റെ വാർത്താ സമ്മേളനത്തിലും ബഹുഭൂരിഷ സമയം കടന്നത്. പിന്നീട് കൂടുതൽ ഇക്കാര്യത്തിൽ ചർച്ചകൾ വേണ്ടതില്ല എന്ന രീതിയിലേക്ക് തന്നെ അദ്ദേഹം വാർത്താ സമ്മേളനം അവസാനിപ്പിക്കുകയായിരുന്നു. എന്തായാലും ജമാഅത്തെ ഇസ്ലാമി ബന്ധം സംബന്ധിച്ചുള്ള ചർച്ചകൾ അതൊരു ഘട്ടത്തിൽ CPM ഉയർത്തുന്നു. അതിന് ആരോപണ മറുപടിയുമായി പ്രതിപക്ഷ നേതാവും അതോടൊപ്പം തന്നെ PK കുഞ്ഞാലിക്കുട്ടി ഉൾപ്പെടെയുള്ള UDF നേതാക്കൾ രംഗത്ത് വരുന്നു. അതിന് മറുപടിയുമായി വീണ്ടും മുഖ്യമന്ത്രി പിണറായി വിജയൻ വരുന്നു എന്നുള്ള വസ്തുത. എന്തായാലും പിന്നെ CPM-ന് കൂടി ജമാഅത്ത് ബന്ധം ഉണ്ടായിരുന്നു എന്നതിന്റെ ചില സൂചനകൾ എന്ന് സ്ഥിരീകരിക്കുന്ന അവസ്ഥയിലേക്ക് വരെ ആ ചർച്ച എത്തിയെന്ന് നമുക്ക് പറയാം. ജിൽസി.